നെക്സ്റ്റ് ഇസ് ദ ഡയറക്റ്റ് കോസ് ദാറ്റ് ലീഡ് ടു ലാൻഡ് ഡിഗ്രഡേഷൻ. അപ്പോൾ എന്താണ് ഡയറക്റ്റ് കോസ് എന്ന് പറഞ്ഞു? ഇറ്റ് ഈസ് ദ പ്രാക്ടീസ് ഓഫ് അൺസ്യൂട്ടബിൾ ലാൻഡ് മാനേജ്മെന്റ് സ്ട്രാറ്റജീസ് ഓർ നോട്ട് പ്രാക്ടീസിങ് സ്യൂട്ടബിൾ ലാൻഡ് മാനേജ്മെന്റ് സ്ട്രാറ്റജീസ് അറ്റ് ഓൾ, അല്ലേ? അപ്പോൾ ഓരോ കോഴ്സസും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് ഇസ് ദ ഡിഫോറസ്റ്റേഷൻ ഓഫ് അൺസ്യൂട്ടബിൾ ലാൻഡ്. അപ്പോൾ എന്താണ് ഡിഫോറസ്റ്റേഷൻ? നമുക്കറിയാം, ഒരു വെജിറ്റേഷൻ കവർ ആസിച്ച് നമ്മൾ റിമൂവ് ചെയ്യുകയാണ്. അതിപ്പോൾ എന്തെങ്കിലും ഡെവലപ്മെന്റ് പ്രോപ്പർട്ടീസിനായിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പം നമുക്കറിയാം, ഒരു ടിമ്പർ ഈൽഡ് ചെയ്യണമെങ്കിൽ ടിമ്പറിന് വേണ്ടി നമ്മൾ കൾട്ടിവേറ്റ് ചെയ്ത മരങ്ങളെല്ലാം നമ്മൾ ഒരുമിച്ചാണ് വെട്ടി നീക്കുന്നത്, അല്ലേ? അപ്പം അങ്ങനത്തെയൊക്കെ കാര്യങ്ങളെയാണ് ഡിഫോറസ്റ്റേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഡിഫോറസ്റ്റേഷൻ ആക്ച്വലി ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഡീഗ്രഡേഷൻ ആസച്ച്. അത് തന്നെ ഒരു ഡീഗ്രഡേഷൻ ആണ്, ലാൻഡിൻ്റെ ഡീഗ്രഡേഷൻ ആണ്. എന്നാൽ അത് മറ്റ് ചില ലാൻഡ് ഡിഗ്രഡേഷൻ ഫാക്ടേഴ്സിനെ കൂടെ ട്രിഗർ ചെയ്യും. ഫോർ എക്സാമ്പിൾ വാട്ടർ ഇറോഷൻ. ഇപ്പോൾ ഒരു സ്ഥലത്തെ മരങ്ങളെല്ലാം വെട്ടിക്കൊണ്ടുപോയി, അല്ലെങ്കിൽ ഒരു സ്ഥലത്തെ വെജിറ്റേഷൻ കവറെല്ലാം നമ്മൾ വെട്ടി നശിപ്പിക്കുകയാണെങ്കിൽ എന്താ പറ്റുക? അവിടെ വാട്ടർ ഇറോഷനും അതുപോലെ വിൻഡ് ഇറോഷനും ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഡീഫോറസ്റ്റേഷൻ എപ്പോഴാണ് ഒരു കേസ് ഓഫ് ഡീഗ്രഡേഷൻ ആയിട്ട് മാറുന്നത്? ഒന്ന്, ദാറ്റ് വെൻ ദ ലാൻഡ് ഇസ് ക്ലിയർഡ്, ദ ലാൻഡ് വിച്ച് ഇസ് ക്ലിയർഡ് ഇസ് സ്റ്റീപ്ലി സ്ലോപ്പിംഗ് ഓർ ഹാസ് ഷാലോ ഓർ ഈസിലി ഇറോഡബിൾ സോയിൽ. അപ്പോൾ ഒരു ചെരിഞ്ഞ് കിടക്കുന്ന സ്ഥലത്തിനെയാണ് നമ്മൾ ഡിഫോറസ്റ്റ് ചെയ്തതെങ്കിൽ, അല്ലെങ്കിൽ ആ ലാൻഡിൽ ഓൾറെഡി ഈസിലി ഇറോഡബിൾ ആയിട്ടുള്ള സോയിൽ ഉണ്ടെങ്കിൽ, ഈ പറയുന്ന ഡിഫോറസ്റ്റേഷൻ ഈസ് എ കോസ് ഓഫ് ലാൻഡ് ഡിഗ്രഡേഷൻ. ഓക്കെ. അല്ലാന്നുണ്ടെങ്കിൽ ദ ക്ലിയറൻസ് ഇസ് നോട്ട് ഫോളോഡ് ബൈ ഗുഡ് മാനേജ്മെന്റ്. ഇപ്പം നമ്മൾ ഒരു സ്ഥലത്തെ ലാൻഡ് കവർ, ഫോറസ്റ്റ് കവർ നമ്മൾ വെട്ടി നശിപ്പിച്ചു, അല്ലെങ്കിൽ ഇപ്പോൾ ടിമ്പർ നമ്മൾ ഈൽഡ് ചെയ്തുകൊണ്ട് പോയി. സാധാരണഗതിയിൽ എന്താ ചെയ്യുക? അത് നമ്മൾ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ലാൻഡ് ആണെങ്കിൽ നമ്മൾ വീണ്ടും അവിടെ തൈ നട്ടുപിടിപ്പിക്കും, അല്ലേ? ഇപ്പം നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്, റബ്ബർ പ്ലാന്റേഷനിലൊക്കെ റബ്ബറൊക്കെ വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ആ മരവ് വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അടുത്ത സാപ്ലിംഗ് നമ്മൾ വെക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അത് വളരുന്ന സമയം കൊണ്ട് നമ്മൾ അവിടെ മറ്റ് കൃഷികളും ചെയ്യാറുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ റബ്ബർ തോട്ടത്തിലൊക്കെ സാധാരണ പൈനാപ്പിളൊക്കെ വെക്കാറുണ്ട്. ആ മരം വളർന്ന് പൊങ്ങുന്നിടം വരെ നമുക്ക് അതിൽ നിന്ന് വേറെ കൾട്ടിവേറ്റ് ഒക്കെ ചെയ്യാം. ഇനി അതെന്തുകൊണ്ടാണ്? മരം പൊങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ലൈറ്റ് പെനട്രേറ്റ് ചെയ്യില്ല, പിന്നെ ഒന്നും അവിടെ വളർത്താൻ പറ്റില്ല. അപ്പം വി ആർ മാക്സിമം മേക്കിംഗ് യൂസ് ഓഫ് ദ ലാൻഡ്. അപ്പോൾ ആ ലാൻഡിലെ നമ്മൾ ഡിഫോറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ ചുമ്മാ അവിടെ ഇട്ടിരിക്കുകയാണെങ്കിൽ എന്താ പറ്റുക? അതിൻ്റെ ക്വാളിറ്റി നശിച്ചു പോകും. ഒന്നും ചെയ്യാതെ വെറുതെ അവിടെ ഇട്ടിരിക്കുകയാണെങ്കിൽ ആ ലാൻഡ് നമുക്ക് യൂസ്ഫുൾ ആയിട്ട് പിന്നെ എടുക്കാനായിട്ട് പറ്റില്ല. ബിക്കോസ് അതിൻ്റെ ക്വാളിറ്റി, പല പാരാമീറ്റേഴ്സിലുള്ള അതിൻ്റെ ക്വാളിറ്റി എന്ത് പറ്റും? നശിച്ചു പോവാണ് ചെയ്യുക. അപ്പോൾ ഇഫ് ദി ഡിഫോറസ്റ്റേഷൻ ഓർ ദി കട്ടിങ് ഓഫ് ദി ട്രീ ഇസ് ഫോളോഡ് ബൈ ഗുഡ് മാനേജ്മെന്റ് പ്രാക്ടീസ്, നമുക്ക് ആ ലാൻഡിനെ ഒരു പക്ഷേ സേവ് ചെയ്യാനായിട്ട് പറ്റും. സോ അങ്ങനെ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ളൊരു ഡിഫോറസ്റ്റേഷൻ കഴിഞ്ഞിട്ട് ഒരു പ്രോപ്പർ ആയിട്ടുള്ള മാനേജ്മെന്റ് സ്ട്രാറ്റജി നമ്മൾ അപ്ലൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഡിഫോറസ്റ്റേഷൻ ലാൻഡ് ഡീഗ്രഡേഷനിലേക്ക് ലീഡ് ചെയ്യും. ഇറ്റ് ഈസ് എ ലീഡിംഗ് കോസ് ഓഫ് വാട്ടർ ഇറോഷൻ and steeply sloping humid environment. It also contribute to wind erosion, സോയിൽ ഫെർട്ടിലിറ്റി ഡിക്ലൈൻ ആൻഡ് സലനൈസേഷൻ. അപ്പോൾ വേറൊന്നും അവിടെ പ്ലാന്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്താ പറ്റുക? സോയിലിൻ്റെ ഫെർട്ടിലിറ്റി നശിച്ചും അതുപോലെ തന്നെ സലനൈസേഷനും കാരണമാവും. അപ്പോൾ അങ്ങനെയാണ് ഡിഫോറസ്റ്റേഷൻ ഒരു ലാൻഡ് ഡിഗ്രഡേഷനിലേക്ക് ലീഡ് ചെയ്യുന്ന ഡയറക്റ്റ് കോസ് ആയിട്ട് മാറുന്നത്. രണ്ടാമത്തേതെന്ന് വെച്ചാൽ ഓവർ കട്ടിങ് ഓഫ് വെജിറ്റേഷൻ. അപ്പോൾ ഇതിൽ റൂറൽ പീപ്പിൾ കട്ട് നാച്ചുറൽ ഫോറസ്റ്റ് ആൻഡ് വുഡ്ലാൻഡ്സ് ആൻഡ് shrubland to obtain timber, fuelwood and other forest products. ഇപ്പം നമുക്കറിയാം, ഫോറസ്റ്റിൻ്റെ തൊട്ടടുത്ത് ജീവിക്കുന്ന ആളുകൾ, അപ്പോൾ അവരൊക്കെ ഫോറസ്റ്റിനെയാണ് കൂടുതലും അവരുടെ പല ആവശ്യങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യുക. അപ്പം അവർ വിറക് കത്തിക്കുന്നുണ്ടെങ്കിൽ വിറക് കളക്ട് ചെയ്യാൻ വേണ്ടി അവർ കാട്ടിലേക്ക് പോകും. അതുപോലെ മറ്റ് പല പ്രോഡക്ട്സ് എടുക്കാനും അവർ കാട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആ കട്ടിങ് അൺസസ്റ്റൈനബിൾ ആയിട്ട് മാറാറുണ്ട്. എപ്പോഴാണ് അത് അൺസസ്റ്റൈനബിൾ ആയിട്ട് മാറുന്നത്? ഇവർ ഈ കട്ട് ചെയ്യുന്നത്, ഇപ്പം ആ ഒരു റീജിയനിലെ റൂറൽ പോപ്പുലേഷൻ ഒരുപാട് കൂടിയെന്ന് വിചാരിക്കുക. അപ്പം നാച്ചുറലായിട്ടും അവരുടെ ഡിമാൻഡും കൂടും, അല്ലേ? അപ്പോൾ ആ ഡിമാൻഡ് കൂടുമ്പോൾ അവർക്ക് അതിനും വേണ്ടി റോ മെറ്റീരിയൽ ഫോറസ്റ്റിൽ നിന്ന് കളക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് അവർ കട്ട് ചെയ്യാൻ തുടങ്ങും. പക്ഷേ ഇവർ സാധാരണഗതിയിൽ നോർമൽ റേറ്റിൽ പോവായിരുന്നെങ്കിൽ എന്തായിരുന്നു അതുകൊണ്ടുള്ള പ്രയോജനം? അത് അവർ ഒരു സ്ഥലം ഒന്ന് ക്ലിയർ ചെയ്ത് അവിടുത്തെ റിസോഴ്സ് എല്ലാം എടുത്തുകൊണ്ട് വരുമ്പോഴത്തേനും മറ്റൊരു സ്ഥലത്ത് നാച്ചുറലി അത് റീഗ്രോൺ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഇവരുടെ ഡിമാൻഡ് കൂടിയപ്പോൾ എന്താണ്? നാച്ചുറൽ ആയിട്ടുള്ള ഈ പ്രോസസ്സ്, അതായത് ഇവർ വെട്ടിയത് റീകവർ ചെയ്യാനുള്ള ഒരു സമയം, അവിടെ ഒരു ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ആ സമയം ഇല്ലാണ്ട് വരിക, റീകവർ ചെയ്യാനുള്ള സമയം ഇല്ലാതെ വരിക. അതായത് ഇവർ കൺസ്യൂം ചെയ്യുന്നതിൻ്റെയും ഇത് റീസ്റ്റോർഡ് ആവുന്നതിൻ്റെയും ബാലൻസ്
തെറ്റിപ്പോകുമ്പോഴാണ് എന്ത് പറ്റുക, അത് ഡീഗ്രഡേഷനിലേക്ക് ലീഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എയറിഡ് ക്ലൈമറ്റ്സിലും അല്ലെങ്കിൽ സെമി എയറിഡ് ആയിട്ടുള്ള എൻവയൺമെന്റിലും ഇത് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പറയുന്ന ഓവർ കട്ടിംഗ് എന്ന് പറയുന്നത്. കാരണം അവിടെ എന്ന് വെച്ചാൽ ഗ്രോത്ത് വളരെ പുതുതായിട്ടൊരു സാധനം ഉണ്ടായി വരുന്നതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. നന്നായി മഴ കിട്ടുന്ന ഒരു സ്ഥലത്തേക്കാളും വരണ്ട പ്രദേശത്ത് ഗ്രോത്ത് റേറ്റ് വളരെ കുറവായിരിക്കും. അപ്പോൾ ഈ ഉള്ളതും കൂടി ഇവർ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ, ഓവർ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ആ ലാൻഡ് ഡീഗ്രേഡഡ് ആയിട്ട് മാറുകയാണ് ചെയ്യുക. So impoverishment of natural woody cover of tree and shrub is a major factor in causing both water erosion and wind erosion. അപ്പം ഇങ്ങനെ ഈ വെജിറ്റേഷൻ എല്ലാം അവർ ഓരോന്നിനായിട്ട് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ എന്താ പറ്റുക, അവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സോയിൽ ഇറോഷനും അതുപോലെ വിൻഡ് ഇറോഷനും സംഭവിക്കും. അപ്പോൾ ആദ്യമായിട്ട് ഒരു അസസ്മെന്റ് നടത്തി, അതായത് ഗ്ലോബൽ അസസ്മെന്റ് ഓഫ് സോയിൽ ഡിഗ്രഡേഷൻ എന്ന് പറയുന്നൊരു അസസ്മെന്റ് നടത്തി ഗ്ലോബലി. അത് എന്തിനാണ് നടത്തിയതെന്ന് വെച്ചാൽ ഇറ്റ് വാസ് എ ഫസ്റ്റ് അറ്റംപ്റ്റ് ടു പ്രിപ്പയർ വേൾഡ് മാപ്പ് ഓൺ സ്റ്റാറ്റസ് ഓഫ് ഹ്യൂമൻ ഇൻഡ്യൂസ് സോയിൽ ഡിഗ്രഡേഷൻ. ഹ്യൂമൻ ഇൻഡ്യൂസ് സോയിൽ ഡിഗ്രഡേഷൻ്റെ ഒരു വേൾഡ് മാപ്പ്, വേൾഡിൽ ഉണ്ടായിട്ടുള്ള ഹ്യൂമൻ ഇൻഡ്യൂസ്ഡ് സോയിൽ ഡിഗ്രഡേഷൻ്റെ ഒരു മാപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ അസസ്മെന്റ് നടത്തിയത്. ഗ്ലാസ്സോഡ് എന്ന് പറയുന്ന ഒരു അസസ്മെന്റ് നടത്തി. അപ്പോൾ ഈ പറയുന്ന ഓവർ കട്ടിംഗ് ഓഫ് വെജിറ്റേഷൻ ആണ് ഒരു 98% ലാൻഡ് ഡീഗ്രഡേഷന്റെ കോസ് ആയിട്ട്, വിൻഡ് ഇറോഷന്റെ കോസ് ആയിട്ട് അവർ സൈറ്റ് ചെയ്തേക്കുന്ന 98% കേസിലും അത് കോസ് ചെയ്തിരിക്കുന്നത് ഓവർ കട്ടിംഗ് ഓഫ് വെജിറ്റേഷൻ കാരണമാണ്. സോ ദിസ് ഓൾസോ സൈറ്റ്സ് ദാറ്റ് ഇറ്റ്സ് എ കോൺട്രിബ്യൂട്ടറി കോസ് ടു സലനൈസേഷൻ. അപ്പോൾ വിൻഡ് ഇറോഷൻ ഉണ്ടാവാൻ കാരണമായ 98% കേസിലും വിൻഡ് ഇറോഷൻ കോസ് ചെയ്തിരിക്കുന്നത് ഓവർ കട്ടിംഗ് ഓഫ് വെജിറ്റേഷൻ ആണ്. അതുപോലെ അത് സോയിൽ സലനൈസേഷനും കൂടെ ഒരു കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടർ ആണ് എന്നാണ് ആ ഒരു അസസ്മെന്റിലൂടെ മനസ്സിലാക്കാൻ പറ്റിയത്. അടുത്തത് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ വിത്തൗട്ട് അഡക്വേറ്റ് ഫാലോ പീരിയഡ്. നമുക്കറിയാം പണ്ട് ഈ പറയുന്ന ഷിഫ്റ്റിംഗ് അഗ്രികൾച്ചർ സിസ്റ്റം ആയിരുന്നു പണ്ട്. അതായത് കൃഷി തുടങ്ങിയ ആ ഒരു സമയത്ത് അതിനോടുള്ള അനുബന്ധിച്ചിട്ടുള്ള സമയത്തും, അതായത് ഒരു പെർട്ടിക്കുലർ സമയത്ത് ഒരു പെർട്ടിക്കുലർ ലാൻഡിൽ കൃഷി ചെയ്യുക, അതിൻ്റെ ഈൽഡ് എടുത്തു കഴിഞ്ഞാൽ ആ ലാൻഡിൽ പിന്നെ ഒന്നും കൃഷി ചെയ്യില്ല, മറ്റൊരു ലാൻഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ആ ലാൻഡ് ആദ്യം കൃഷി ചെയ്ത ലാൻഡിനെ ആ ലാൻഡിന് അപ്പോൾ ഒന്നും ചെയ്യാത്തൊരു പീരീഡാണ്, ആ ലാൻഡിനെ അവിടെ വെറുതെ ഇട്ടിരിക്കുകയാണ്. ആ പീരീഡിനെ വിളിക്കുന്ന പേരാണ് ഫാലോ പീരീഡ്. അപ്പോൾ എന്താ, ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് റൗണ്ട് ചെയ്ത് പോയി കഴിഞ്ഞ് തിരിച്ച് ഒരു സമയത്ത് ആദ്യത്തെ ലാൻഡിൽ തന്നെ വരും. അപ്പോഴത്തേനും അവിടെ സ്വന്തമായിട്ട് ന്യൂട്രിയൻ്റ് എൻറിച്ച്ഡ് ആയി ഒക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ അവിടുത്തെ ഈൽഡ് കൂട്ടി കിട്ടും നമുക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പറയുന്ന ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ ആദ്യത്തെ കാലത്ത് നടന്നിരുന്നത്. അപ്പോൾ ഫാലോ പീരീഡ് എന്ന് വെച്ചാൽ പീരീഡ് ഓഫ് ഇനാക്ടിവിറ്റി, അതാണ്. അത് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒന്നും ചെയ്യാതിരിക്കുന്ന ഒരു പീരീഡിനെയാണ് ഫാലോ പീരീഡ് എന്ന് ഉദ്ദേശിക്കുക. സോ ഇൻ ദ പാസ്റ്റ് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ വാസ് എ സസ്റ്റൈനബിൾ ഫോം ഓഫ് ലാൻഡ് യൂസ് അറ്റ് എ ടൈം വെൻ ലോ പോപ്പുലേഷൻ ഡെൻസിറ്റി അലൗഡ് ഫോറസ്റ്റ് ഫാലോ പീരീഡ് ഓഫ് സഫീഷ്യൻ ലെങ്ത് ടു റീസ്റ്റോർ സോയിൽ പ്രോപ്പർട്ടീസ്. അപ്പോൾ അന്ന് പണ്ടത്തെ കാലത്ത് ലോ പോപ്പുലേഷൻ ഡെൻസിറ്റി ആയിരുന്നു. അന്ന് ഇങ്ങനെ ചെയ്താലും ഫാലോ പീരീഡ് അലോ ചെയ്തുകൊണ്ട് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ ചെയ്തിരുന്നാലും നമ്മുടെ അന്നത്തെ പോപ്പുലേഷൻ ഡെൻസിറ്റി, ആ ഒരു പോപ്പുലേഷൻ അനുസരിച്ച് ആ പോപ്പുലേഷൻ്റെ നീഡ്സ് ഒക്കെ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് അത് പറ്റില്ല, ബിക്കോസ് പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ഈ പോപ്പുലേഷൻ ഇൻക്രീസ് എൻഫോഴ്സ്ഡ് ഷോർട്ടനിങ് ഓഫ് ഫാലോ പീരീഡ് ആൻഡ് ലെഡ് ടു ഇറ്റ് ബിക്കമിങ് നോൺ സസ്റ്റൈനബിൾ. അപ്പോൾ ഇപ്പോഴത്തെ കാര്യത്തിൽ, ഇപ്പോഴത്തെ ഒരു പോപ്പുലേഷൻ സിനേരിയോയിൽ, ഇപ്പോഴത്തെ പോപ്പുലേഷൻ നമ്പറിൻ്റെ സിനേരിയോ വെച്ചിട്ട് നമുക്ക് ഫാലോ പീരീഡും വെച്ചുകൊണ്ടിരിക്കുന്ന ഒന്നും സസ്റ്റൈനബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. ബിക്കോസ് നമുക്ക് നമ്മുടെ പോപ്പുലേഷൻ്റെ ആവശ്യങ്ങളെ മീറ്റ് ചെയ്യണമെങ്കിൽ അത്ര കണ്ട് നമുക്ക് അഗ്രികൾച്ചർ ചെയ്തേ പറ്റൂ, അത്രയ്ക്കും ലാൻഡിനെ നമ്മൾ ഉപയോഗിച്ചേ മതിയാവുള്ളൂ. അപ്പോൾ ലാൻഡിന് ഫാലോ പീരീഡ് കൊടുത്ത് ലാൻഡിൻ്റെ നോർമൽ ആയിട്ടുള്ള റീസ്റ്റോറേഷൻ പ്രോസസ്സ് അലോ ചെയ്യാനൊന്നും നമുക്ക് സമയമില്ല. So shifting cultivation is found in the hill areas of northeast India, where it is a cause of water erosion and soil fertility decline. ഓക്കെ, അപ്പോൾ ഫാലോ പീരീഡ് ഇല്ലാതെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും. ഇറ്റ് ക്യാൻ ലീഡ് ടു ലാൻഡ് ഡിഗ്രഡേഷൻ. നെക്സ്റ്റ് ഇസ് ഓവർ ഗ്രേസിങ്. ഗ്രേസ് ചെയ്യാന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാമായിരിക്കുമല്ലോ. ലൈഫ് സ്റ്റോക്കിനെ നമ്മൾ അവിടെ കൊണ്ട് മേയാനായിട്ട് വിടുന്നതിനാണ് ഗ്രേസ് ചെയ്യാന്ന് പറയുക. അപ്പോൾ ഓവർ ഗ്രേസിങ് ആണെങ്കിലോ, Overgrazing is the grazing of natural pastures. Its stalking intensifies above the livestock carrying capacity. അപ്പോൾ ഒരു ലാൻഡിൻ്റെ ലൈഫ് സ്റ്റോക്ക് ക്യാരിങ് കപ്പാസിറ്റി, അത്രയും ലൈഫ് സ്റ്റോക്ക്, ഒരു പെർട്ടിക്കുലർ ലാൻഡിന്, ഒരു പെർട്ടിക്കുലർ ഏരിയ ഓഫ് ലാൻഡിന് സപ്പോർട്ട് ചെയ്യാവുന്ന ലൈഫ് സ്റ്റോക്കിൻ്റെ ഒരു ലിമിറ്റ് ഉണ്ട്. അതിനെയാണ് എന്ത് വിളിക്കുക, ലൈഫ് സ്റ്റോക്ക് ക്യാരിങ് കപ്പാസിറ്റി. അതിലും കൂടുതൽ ലൈഫ് സ്റ്റോക്കിനെ അവിടെ കൊണ്ട് ഗ്രേസ് ചെയ്യാൻ വിട്ട് കഴിഞ്ഞാൽ അത് എന്തിലേക്ക് ലീഡ് ചെയ്യും, ഓവർ ഗ്രേസിങ്ങിലേക്ക് ലീഡ് ചെയ്യും.
leads directly to decrease in the quantity and quality of the vegetation cover. Vegetation cover കുറയാനും vegetation coverന്റെ ക്വാളിറ്റിയെയും ഇത് ബാധിക്കും. So this is a leading cause not only of wind erosion but also water erosion in drylands. Both degradation of vegetation covers and erosion lead to decline in soil organic matter and physical properties and hence in the resistance to erosion. അപ്പം സോയിലിൻ്റെ ഫെർട്ടിലിറ്റി പോകുന്നു, അതുപോലെ സോയിലിൻ്റെ മറ്റേ ഹോൾഡിംഗ് കപ്പാസിറ്റി, വെജിറ്റേഷൻ നശിച്ചു കഴിഞ്ഞാൽ പിന്നെ സോയിലിനെ ആരെങ്കിലും ഹോൾഡ് ചെയ്ത് നിർത്തുമോ? ഇല്ലല്ലോ. അപ്പോൾ വിൻഡ് ഇറോഷൻ, അതുപോലെ സോയിൽ ഇറോഷൻ, പിന്നെ സോയിൽ ഫെർട്ടിലിറ്റി, അതിനെല്ലാം ആര് കാരണമാവുന്നു? ഓവർ ഗ്രേസിംഗ് കാരണമാവുന്നു. ഇൻറ്റൻസ് ഗ്രേസിംഗ് അറ്റ് ദ എൻഡ് ഓഫ് ആനുവൽ ഡ്രൈ സീസൺ ആൻഡ് ഡ്യൂറിംഗ് പീരിയഡ് ഓഫ് ഡ്രോട്ട് ഡസ് നോട്ട് നെസസറിലി നീഡ് ടു ഡീഗ്രഡേഷൻ. വെജിറ്റേഷൻ മേ റിക്കവർ ഡ്യൂറിംഗ് സക്സീഡിംഗ് റെയിൻസ്. ഇപ്പോൾ ഒരു കറക്റ്റ് ആയിട്ടുള്ളൊരു വെതർ പാറ്റേൺ ഉള്ള അല്ലെങ്കിൽ ഒരു ക്ലൈമാറ്റിക് പാറ്റേൺ ഉള്ള റീജിയനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഡ്രൈ സീസൺ കഴിഞ്ഞ് സാധാരണ എന്താ വരിക? റെയിൻഫോൾ വരും അല്ലേ? അപ്പോൾ ഈ ഡ്രൈ സീസണിൽ വെള്ളം കിട്ടാതെ ഇരിക്കുന്ന ഒരു സമയമാണ്. അത് കഴിഞ്ഞ് ഉടനെ റെയിൻ വരുമ്പോഴത്തേനും അത് നാച്ചുറലി റീസ്റ്റോർ ചെയ്യും. സോ ഈ ഡ്രൈ സീസണിൻ്റെ, ഈ റെയിനി സീസണിന് മുന്നുള്ള ഡ്രൈ സീസണിൻ്റെ എൻഡ് സമയത്ത്, അത് ഡ്രൈ സീസൺ തീരാൻ പോകുന്ന സമയത്ത് ഗ്രേസിങ് ചെയ്താൽ വലിയ പ്രശ്നമൊന്നുമില്ല. ബിക്കോസ് അടുത്ത റെയിനിന് അത് റീസ്റ്റോർ ചെയ്തോളും. സോ അപ്പോൾ നടക്കുന്ന ഗ്രേസിങ് ഡീഗ്രഡേഷൻ കോസ് ചെയ്യാറില്ല. അല്ലാതെ ഈ എയറിഡ് ആയിട്ടുള്ള സമയത്ത് ഉള്ള വെജിറ്റേഷൻ കവറും കൂടി ഗ്രേസിങ് വഴി നശിപ്പിച്ചു കഴിഞ്ഞാൽ അത് ഡീഗ്രഡേഷന് കാരണമാവും. ഡീഗ്രഡേഷൻ ഒക്കെ when the recovery of vegetation and soil property during periods of normal rainfall does not reach its previous stage. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഓവർ ഗ്രേസിങ് കൂടുമ്പോഴാണ് ഓവർ ഗ്രേസിങ് ആവുന്നത്. അപ്പോൾ ഈ ഓവർ ഗ്രേസിങ് കാരണം ധാരാളം വെജിറ്റേഷൻ കവർ നമുക്ക് നഷ്ടപ്പെട്ടു. അത് അടുത്ത റെയിനിന് നോർമലി റീസ്റ്റോർ ചെയ്യപ്പെടും. പക്ഷേ അടുത്ത റെയിനിന് റീസ്റ്റോർ ഉണ്ടായാലും അത് പഴയ അവസ്ഥയുടെ അത്രയും ആകുന്നില്ല എങ്കിൽ അത് ഈ പറയുന്ന ഗ്രേസിങ് കാരണമുള്ള ലാൻഡ് ഡീഗ്രഡേഷൻ ആണ്. അടുത്തത് നോൺ അഡോപ്ഷൻ ഓഫ് സോയിൽ കൺസർവേഷൻ മാനേജ്മെന്റ് പ്രാക്ടീസസ്. അണ്ടർ arable use, management practices are needed to check water erosion at all sloping lands. In dry lands, measures to check wind erosions are necessary also on level land. Soil conserving management practices may be grouped into these three. അപ്പോൾ നമ്മൾ എപ്പോൾ കൾട്ടിവേഷൻ, ഏറബിൾ ലാൻഡ് എന്ന് വെച്ചാൽ കൾട്ടിവേഷൻ പോസിബിൾ ആവുന്ന ലാൻഡ് എന്നാണല്ലോ. അപ്പം നമ്മൾ എപ്പോൾ കൾട്ടിവേഷൻ ചെയ്യാൻ പോവുകയാണെങ്കിലും നമ്മൾ സോയിൽ കൺസർവേഷൻ മാനേജ്മെന്റ് പ്രാക്ടീസസ് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കണം. ഇനി അഥവാ അത് ഇംപ്ലിമെന്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്താ പറ്റുക? സോയിൽ ഇറോഷന് സാധ്യതയുണ്ട്, വിൻഡ് ഇറോഷന് സാധ്യതയുണ്ട്, അതുപോലെ ഫെർട്ടിലിറ്റി കുറയാൻ സാധ്യതയുണ്ട്, സാലിനിറ്റി കൂടാനായിട്ടുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും കൾട്ടിവേഷനായിട്ട് പോകുമ്പോൾ നമ്മൾ സോയിൽ കൺസർവേഷൻ മാനേജ്മെന്റ് പ്രാക്ടീസ് ഇംപ്ലിമെന്റ് ചെയ്യണം. മെയിനായിട്ടും താഴെ കാണിച്ചിരിക്കുന്ന 3 മെത്തേഡ്സ് വഴി നമുക്ക് സോയിൽ കൺസർവേഷൻ മാനേജ്മെന്റ് പ്രാക്ടീസസ് ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ ബയോളജിക്കൽ മെത്തേഡാണ്. അപ്പോൾ ഒരു സർഫസ് കവർ ഓഫ് ലിവിങ് പ്ലാന്റ് അല്ലെങ്കിൽ പ്ലാന്റ് ലിറ്റർ, വെജിറ്റേറ്റീവ് ബാരിയർ ഇൻക്ലൂഡിംഗ് ബോത്ത് കോണ്ടർ ഹെഡ്ജ് ഗ്രൂ ആൻഡ് ഗ്രാസ് സ്ട്രിപ്പ് ആൻഡ് വിൻഡ് ബ്രേക്സ് ആൻഡ് ഷെൽട്ടർ ബെഡ്സ്. അപ്പം ചെടികൾ വെച്ചുകൊണ്ടുള്ള സോയിൽ മാനേജ്മെന്റ് പ്രാക്ടീസിനെ കുറിച്ചാണ് ഈ പറഞ്ഞേക്കുന്നത്. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞു, ആ ഒരു ടെറസ് ചെയ്യുമ്പോൾ അവിടെ ഓരോ ടെറസിന്റെ മാർജിനിൽ നമ്മൾ കല്ല് വെച്ച് കെട്ടുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആ കല്ല് വെച്ച് കെട്ടുന്നതിന് പകരം ചെറിയ ഷ്രബ്സിനെ അവിടെ വളർത്താം. ചെറിയ ഹെഡ്ജ് എന്ന് വെച്ചാൽ എന്തെങ്കിലും പൊന്ത പോലെ വളർത്താനായിട്ട് പറ്റും. അങ്ങനെ വളർത്തിക്കൊണ്ട് എന്ത് തടയാൻ പറ്റും? സോയിൽ ഇറോഷൻ തടയാൻ പറ്റും. ഇനി അതുപോലെ വിൻഡ് ബ്രേക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ആ നേരത്തെ കാണിച്ച ആ സ്ലോപ്പി ആയിട്ടുള്ള പ്രദേശത്തൂടെ വിൻഡ് പോകുമ്പം അവിടുത്തെ മണലിനെയും കൂടെ പറത്തിക്കൊണ്ട് പോകും അല്ലേ? അപ്പം അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ആ വിൻഡ് പോകുന്ന ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ട് ട്രീസ് വെച്ച് നട്ടുപിടിപ്പിക്കുക. അതിനെയാണ് വിൻഡ് ബ്രേക്കർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ വെജിറ്റേഷൻ കവർ ഇംപ്രൂവ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ബയോളജിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് എർത്ത് സ്ട്രക്ചേഴ്സ്, അതായത് എർത്തിന്റെ സ്ട്രക്ചേഴ്സ് മാറ്റിയിട്ട് നമുക്ക് ഇറോഷനൊക്കെ തടയാം. അതിനൊരു എക്സാമ്പിളാണ് ടെറസസ് ഉണ്ടാക്കുക എന്നുള്ളത്. അതുപോലെ ബാങ്ക് ആൻഡ് ഡിച്ച് സ്ട്രക്ചേഴ്സ്, ബൺസ്, സ്റ്റോം ഡ്രെയിൻസ് എക്സെട്ര. അപ്പോൾ ഈ പറയുന്ന സ്ട്രക്ചേഴ്സ്, എർത്തിന്റെ സ്ട്രക്ചറിൽ മാറ്റം വരുത്തിയിട്ട് നമുക്ക് സോയിൽ കൺസർവേഷൻ പ്രാക്ടീസസ് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പറ്റും.
അടുത്തത് മെയിൻറ്റെയിനിങ് സോയിൽ റെസിസ്റ്റൻസ് ടു ഇറോഷൻ, പ്രൈമർലി മെയിൻ്റനൻസ് ഓഫ് സോയിൽ ഓർഗാനിക് മാറ്റർ ആൻഡ് ദെയർബൈ അഗ്രിഗേഷൻ ആൻഡ് സ്ട്രക്ചർ. സോയിലിൻ്റെ സ്ട്രക്ചറിൽ ചേഞ്ച് വരുത്തുക. എങ്ങനെയായിരിക്കും? നേരത്തെ പറഞ്ഞു പ്ലാൻ കവറും അതുപോലെ പ്ലാൻ ലിറ്ററും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ സോയിലിലെ ഓർഗാനിക് മാറ്റർ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഓർഗാനിക് മാറ്റർ ഇൻക്രീസ് ചെയ്താൽ സോയിൽ അഗ്രിഗേഷൻ നമുക്ക് കൂട്ടാനായിട്ട് പറ്റും. സോയിൽ ഇങ്ങനെ കട്ട കൂടി ഇങ്ങനെ നിർത്താനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ അതും ഒരു മീൻസ് ഓഫ് സോയിൽ കൺസർവേഷൻ മാനേജ്മെന്റ് പ്രാക്ടീസ് തന്നെയാണ്. അപ്പോൾ 3 രീതിയിൽ നമുക്ക് നമ്മുടെ സോയിലിനെ കൺസേർവ് ചെയ്ത് നിർത്താനായിട്ട് പറ്റും. അപ്പോൾ എല്ലാ അഗ്രികൾച്ചർ ചെയ്യുമ്പോഴും ഇത് മസ്റ്റായിട്ടും പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇനി ഇങ്ങനത്തെ പ്രാക്ടീസസ് അഡോപ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ഓൾസോ ലീഡ് ടു land degradation. And the next cause is extension of cultivation into lands of longer potential or high natural hazards. അപ്പോൾ നമുക്കറിയാം ചില ലാൻഡ്സിനെ നമ്മൾ എൻവയൺമെൻ്റലി ഫ്രജൈൽ ഏരിയ എന്ന് വിളിക്കാറുണ്ട്. EFA, നമ്മുടെ വെസ്റ്റേൺ ഗാർഡ്സ്, ഗാഡ്ഗിൽ റിപ്പോർട്ട് അതൊക്കെ വായിക്കുമ്പോഴും എപ്പോഴും അതിൻ്റെ അകത്ത് ചില റീജിയൻസിനെ എൻവയൺമെൻ്റൽ ഫ്രജൈൽ ഏരിയ എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ അവിടെ എന്താണ്? അവിടെ യാതൊരുവിധ ഡെവലപ്മെൻ്റൽ ആക്ടിവിറ്റീസും അതുപോലെ യാതൊരുവിധ ആന്ത്രപ്പോജനിക് ആക്ടിവിറ്റീസും പാടില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. കാരണം എന്താ? ആ ഏരിയ ആസച്ച് വളരെ വീക്കാണ്. പരിസ്ഥിതി ലോല പ്രദേശം എന്ന് കേൾക്കാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ സ്ഥലങ്ങളിലോട്ടെല്ലാം നമ്മുടെ കൾട്ടിവേഷൻ അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുവാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. സോ ഹിസ്റ്ററിക്കലി ദ മോർ ഫെർട്ടൈൽ ഹൈ പൊട്ടൻഷ്യൽ അഗ്രികൾച്ചർ ലാൻഡ് വർ ദ ഫസ്റ്റ് ടു ബി ഓക്യുപ്പൈഡ്. അപ്പോൾ ആദ്യം മുതലേ ചെയ്യുന്ന എന്താണ്? നല്ല കൃഷിക്ക് പറ്റിയതെന്ന് തോന്നുന്ന ലാൻഡിനെ പോയിട്ട് ആദ്യമേ അങ്ങോട്ട് ഒക്യുപ്പൈ ചെയ്യും. പോപ്പുലേഷൻ ഇൻക്രീസ് ഹാസ് ലെഡ് ടു വൈഡ് സ്പ്രെഡ് യൂസ് ഓഫ് ലാൻഡ്സ് ഫോർ ലോങ്ങർ പൊട്ടൻഷ്യൽ, ദോസ് വിച്ച് ആർ ലെസ് ഫെർട്ടൈൽ ഓർ ഹാവ് ഗ്രേറ്റർ ഡിഗ്രഡേഷൻ ഹസാർഡ്സ്. പോപ്പുലേഷൻ കൂടിയതോടെ എന്ത് പറ്റി? നമുക്ക് നല്ല ആപ്റ്റായ ലാൻഡ് ആണോ അല്ലെങ്കിൽ ഇതിന് ആവശ്യത്തിനുള്ള ഫെർട്ടിലിറ്റി ഉണ്ടോ എന്നൊന്നും നമ്മൾ നോക്കാറില്ല. വി നീഡ് ലാൻഡ് ടു മീറ്റ് അവർ പോപ്പുലേഷൻ നീഡ്. അപ്പോൾ ആ ലാൻഡ് നമുക്ക് ആവശ്യമാണ്. അല്ലാതെ ലാൻഡ് ഇതിന് പറ്റുമോ, ലാൻഡിന് നല്ല ഫെർട്ടിലിറ്റി ഉണ്ടോ എന്നൊന്നും ഇപ്പോൾ നോക്കാറില്ല. നമ്മൾ ലാൻഡിനെ സ്ട്രെയിറ്റ് അവേ പോയിട്ട് കൾട്ടിവേഷൻ നടത്തും. ഇനി ഫെർട്ടിലിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഫെർട്ടിലൈസേഴ്സ് ആഡ് ചെയ്ത് നമ്മളുടെ ഈൽഡ് കൂട്ടാനായിട്ട് നോക്കും. അല്ലാതെ ലാൻഡ് വീക്കാണോ, ലാൻഡിന് ഇത് ക്യാരി ചെയ്യാൻ പറ്റുമോ എന്നൊന്നും ഇപ്പം നോക്കാറില്ല. സോ സച്ച് മാർജിനൽ ലാൻഡ്സ്, എങ്ങനത്തെ ലാൻഡുകളാണ് ഇതുപോലെ ഫ്രജൈലായ ലാൻഡുകൾ? സ്റ്റീപ്പി സ്ലോപ്പിംഗ് ലാൻഡ്, then areas of shallow sandy soil or with laterite crust, cultivation of semi-arid land and grazing of semi-arid areas marginal to desert. ഇപ്പോൾ ഡെസേർട്ടിൻ്റെ അടുത്തുള്ള ഏരിയാസ്, അപ്പോൾ എന്താ, അത് കൂടുതൽ ഡെസേർട്ടായി മാറാനുള്ള സാധ്യത ഓൾറെഡി ഉള്ളൊരു ലാൻഡാണ്, ഡെസേർട്ടിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ലാൻഡ്. അവിടെ പോയിട്ട് അൺസയൻറ്റിഫിക് ആയിട്ടുള്ള അഗ്രികൾച്ചറൽ ആക്ടിവിറ്റി അതുപോലെ ഓവർഗ്രേസിംഗ് ഒക്കെ നടന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും പറ്റുക? ഇറ്റ് ക്യാൻ ഓൾസോ ഈസിലി ടേൺ ഇൻ ടു എ ഡെസേർട്ട്. ഓക്കെ, അപ്പം ഇതുപോലെ ഫ്രജൈലായ ലാൻഡിലേക്ക് കൂടെ നമ്മുടെ ആക്ടിവിറ്റീസ് എസ്പെഷ്യലി കൾട്ടിവേഷൻ എക്സ്റ്റെൻഡ് ചെയ്യുവാണെങ്കിൽ ഇറ്റ് ക്യാൻ ഓൾസോ റെൻഡർ ദ ലാൻഡ് ഇൻ ടു എ ഡീഗ്രേഡഡ് ലാൻഡ്. നെക്സ്റ്റ് ഇസ് ഇംപ്രോപ്പർ ക്രോപ്പ് റൊട്ടേഷൻ. അപ്പോൾ ക്രോപ്പ് റൊട്ടേഷൻ എന്താണ്? അപ്പം അതിപ്പോഴും മിക്കവാറും ഫീൽഡുകളിലൊക്കെ പ്രാക്ടീസ് ചെയ്യാറുള്ളൊരു കാര്യമാണ്. നേരത്തെയൊക്കെ പാഡി കൾട്ടിവേഷൻ്റെ സമയത്ത്, പാഡി കൾട്ടിവേഷൻ എക്സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ ആ ഒരു ഈൽഡ്, ആ ഒരു സമയത്ത് കൊയ്ത്തൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ ചെയ്യുക? ആ പാടത്ത് പിന്നെ ലെഗ്യൂമിനസ് പ്ലാന്റ്സിനെയാണ് നമ്മൾ വിതയ്ക്കുക. പയർ അതുപോലത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ വിതയ്ക്കും. എന്തിനാണ്? ലെഗ്യൂമിനസ് പ്ലാന്റ്സിന് എന്തിനുള്ള കപ്പാസിറ്റി ഉണ്ട്? നൈട്രജൻ ഫിക്സേഷനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പം നോർമലി അത് വളർന്ന് വരുമ്പോഴത്തേനും എന്താ ചെയ്യുക? അവിടുത്തെ നൈട്രജൻ ഫിക്സേഴ്സ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ വീണ്ടും അടുത്ത റൗണ്ട് ഓഫ് കൃഷി ഇറക്കുകയാണ് ചെയ്യുന്നത്. സോ ആസ് എ റിസൾട്ട് ഓഫ് പോപ്പുലേഷൻ ഗ്രോത്ത്, ലാൻഡ് ഷോർട്ടേജ്, എക്കണോമിക് പ്രഷേഴ്സ്, ഫാമേഴ്സ് ഇൻ സം ഏരിയ ഹാവ് അഡോപ്റ്റഡ് cereal based intensive crop rotation based particularly on rice and wheat in place of more balanced cereal legume rotation that were formerly found. This is a contributory cause of soil fertility decline. അപ്പോൾ നേരത്തെ ഒരു സീരിയൽ ലെഗ്യൂം അങ്ങനെയായിരുന്നു ക്രോപ്പ് റൊട്ടേഷൻ ചെയ്തിരുന്നത്. ഇപ്പോൾ പോപ്പുലേഷൻ്റെ ഡെൻസിറ്റി കൂടി, പോപ്പുലേഷൻ്റെ നീഡ് കൂടി, അതനുസരിച്ച് നമുക്ക് എന്ത് വേണം? ഈൽഡ് വേണം. അപ്പോൾ അതിനായിട്ട് ക്രോപ്പ് റൊട്ടേഷൻ ഒന്നും ചെയ്തുകൊണ്ടിരിക്കാനായിട്ട് ഇപ്പം ആരും ബോദർ ചെയ്യാറില്ല. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നൈട്രജൻ നാച്ചുറലി നമ്മൾ ഫിക്സ് ചെയ്യാനായിട്ട് ലെഗ്യൂമിനസ് പ്ലാന്റിനെ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുമായിരുന്നു. ഇപ്പം നൈട്രജൻ്റെ അഭാവം ഉണ്ടെങ്കിൽ എന്താണ് ചെയ്യുക? ഫെർട്ടിലൈസേഴ്സ് ആഡ് ചെയ്ത് അതിനെ മാനേജ് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യുക. അല്ലാതെ നാച്ചുറൽ രീതിക്ക് അതിനെ റീസ്റ്റോർ ചെയ്യാനായിട്ട് ഇപ്പം വിടാറില്ല. ആൻഡ് ദിസ് ഓൾസോ കോസ് ലാൻഡ് ഡിഗ്രഡേഷൻ. എങ്ങനെയാണെന്നല്ലേ അത് നമുക്ക് നോക്കാം.
ദെൻ അൺബാലൻസ്ഡ് ഫെർട്ടിലൈസർ യൂസ്, അതാണ് ഈ പറഞ്ഞ കാര്യം. അതായത് ഇപ്പം നമുക്ക് ഒരു സ്ഥലത്ത് നൈട്രജനോ ഫോസ്ഫേറ്റോ അല്ലെങ്കിൽ സോഡിയോ എന്തേലും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ക്രോപ്പ് റൊട്ടേഷൻ ഒന്നും ചെയ്യാനായിട്ട് നമ്മൾ ബോദർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അടുത്ത കൃഷി ഇറക്കുന്നതിന് മുന്നേ ആ ലാൻഡിലേക്ക് നമ്മൾ ഫെർട്ടിലൈസർ ആഡ് ചെയ്യും. ഇപ്പം നൈട്രജൻ, ഫോസ്ഫേറ്റ്, പൊട്ടാഷ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്, NPK കേട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ആഡ് ചെയ്ത് അവിടെ നമ്മൾ ഫെർട്ടൈൽ ആക്കാനുള്ള ശ്രമം നടത്തും. വേർ സോയിൽ ഫെർട്ടിലിറ്റി ഹാസ് ഡിക്ലൈൻഡ് ആസ് എ റിസൾട്ട് ഓഫ് പ്രൊലോങ് കൾട്ടിവേഷൻ ഓർ ഇറോഷൻ, farmers attempt to maintain crop yields. The primary method available for doing so is application of fertilizer. അപ്പോൾ ആദ്യത്തെ കൃഷി കാരണം ന്യൂട്രിയൻസ് കുറഞ്ഞു, അല്ലെ ഇപ്പോൾ ഇറോഷൻ സംഭവിച്ച കാരണം ന്യൂട്രിയൻസ് കുറഞ്ഞു. അപ്പോൾ എന്താ ഫാമേഴ്സിന്റെ എയിം എന്താണ്? ഈ പ്ലേസിന്റെ അല്ലെങ്കിൽ ഈ ലാൻഡിന്റെ ഫെർട്ടിലിറ്റി കൂട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ഷോർട്ട് ടേമിൽ ഈൽഡ് കിട്ടണം. ഈ സോയിൽ ഫെർട്ടിലിറ്റി റീസ്റ്റോർ ചെയ്ത് നമ്മൾക്ക് കൃഷി ഇറക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് ഈൽഡ് കിട്ടണം. അപ്പോൾ എന്താണ് ചെയ്യുക? മോസ്റ്റ് റെഡിലി ചീപ്ലി ഒബ്റ്റെയിൻ ഫ്രം നൈട്രോജീനസ് ഫെർട്ടിലൈസർ. നൈട്രോജീനസ് ഫെർട്ടിലൈസർ നമ്മൾ അവിടെ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കും. പക്ഷേ there has been a steady increase in the ratio of nitrogen to phosphorus and nitrogen to all other nutrients in the region, where the phosphate deficiency have been recognized and counteracted by phosphatic fertilizer. Deficiency of other nutrient including sulfur, zinc has been reported. അതായത് നമുക്ക് ഈ പറയുന്ന നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് എന്നൊക്കെ പറയുന്നത് മാക്രോ ന്യൂട്രിയൻസ് ആണ്. ഓക്കെ, അപ്പം നമ്മൾ എപ്പോഴും ഈ പറഞ്ഞ പോലെ സോയിലിന് ഫെർട്ടിലിറ്റി ഇല്ല, സോയിൽ നൈട്രജൻ ഡെഫിഷ്യൻ്റ് ആണെന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ വിൽ ഓൾവേസ് ആഡ് ദീസ് മാക്രോ ഫെർട്ടിലൈസേഴ്സ്. അപ്പോൾ അതെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഈൽഡ് കിട്ടും. അപ്പോൾ പക്ഷേ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ നൈട്രോജനസ് ഫെർട്ടിലൈസേഴ്സ് ആഡ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് ഈൽഡ് കിട്ടിയാൽ മതി. അപ്പോൾ നമ്മൾ അത് തന്നെ വീണ്ടും വീണ്ടും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഇവിടെ ഡിക്ലൈൻ ചെയ്യുന്ന മറ്റൊരു കാര്യമുണ്ട്, അതാണ് മൈക്രോ ന്യൂട്രിയൻ്റ്. ഫോർ എക്സാമ്പിൾ സൾഫർ, അതുപോലെ സിങ്ക്, കൊബാൾട്ട്, അതുപോലെയുള്ള മൈക്രോ ന്യൂട്രിയൻസ് ഒക്കെ അപ്പോൾ ഡിക്ലൈൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. നമ്മുടെ എയിം എന്താണ്? പെട്ടെന്ന് അടുത്ത കൃഷി ഇറക്കണം, അതിൽ നിന്ന് ഈൽഡ് കിട്ടണം. അതിനുവേണ്ടി നമ്മൾ മാക്രോ ന്യൂട്രിയൻസിന് വേണ്ടിയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കും. പക്ഷേ ആ സോയിലിൻ്റെ ഫെർട്ടിലിറ്റി ആക്ച്വലി അപ്പോൾ കുറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഷോർട്ട് ടേം മെഷർ ഓഫ് കോമ്പാറ്റിംഗ് ഫെർട്ടിലിറ്റി ഡിക്ലൈൻ ബൈ ആപ്ലിക്കേഷൻ ഓഫ് ഓൺലി മാക്രോ ന്യൂട്രിയൻസ് ആൻഡ് പെർട്ടിക്കുലർലി nitrogen fertilizer is leading to a greater problem of nutrient imbalance in the medium term. Among the consequences is likely to be longer yield responses to ഫെർട്ടിലൈസേഴ്സ്. അപ്പോൾ കുറച്ച് നാൾ ഇത് തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ എന്താ പറ്റുക? കുറേ ഫെർട്ടിലൈസർ ഉണ്ടെങ്കിലേ നമ്മൾ ആഗ്രഹിച്ച അത്രയും എമൗണ്ടിൽ ഈൽഡ് നമുക്ക് കിട്ടുള്ളൂ. ബിക്കോസ് നമ്മൾ മൈക്രോ ന്യൂട്രിയൻസിനെ ബോദർ ചെയ്യുന്നില്ല, നമ്മൾ എപ്പോഴും ഫെർട്ടിലൈസർ ആഡ് ചെയ്ത് കൂട്ടാൻ ശ്രമിക്കുന്നത് മാക്രോ ന്യൂട്രിയൻസിനെ മാത്രമാണ്. അപ്പോൾ അങ്ങനെ പോയാലും സോയിലിൻ്റെ ഫെർട്ടിലിറ്റി ഡിക്ലൈൻ ചെയ്യും. അടുത്തത് പ്രോബ്ലംസ് അറൈസിങ് ഫ്രം പ്ലാനിങ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് കനാൽ ഇറിഗേഷൻ. അപ്പോൾ നമുക്കറിയാം ഒരു കനാൽ ഇറിഗേഷൻ പ്ലാൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ അത് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ അതിന് വ്യക്തമായ ഡ്രെയിനേജും അല്ലെങ്കിൽ അതിൻ്റെ വ്യക്തമായ റൂട്ട്സും ഒക്കെ പ്ലാൻ ചെയ്തിരിക്കണം. ഇനി അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ എന്താ പറ്റുക? വാട്ടറിന് ഇറിഗേഷൻ വഴി വന്ന വാട്ടറിന് അവിടെ തന്നെ നിൽക്കാനേ പറ്റുള്ളൂ. അതവിടെ വാട്ടർ ലോഗിങ് ക്രിയേറ്റ് ചെയ്യും, അതിൻ്റെ ഫലമായിട്ട് സലനൈസേഷൻ ക്രിയേറ്റ് ചെയ്യും. ഇനി അത് കൂടുകയാണെങ്കിൽ ഡെസേർട്ടിഫൈഡ് ആവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ എപ്പോഴും കനാൽ ഇറിഗേഷൻ പ്രോജക്ട്സ് ഒക്കെ പ്ലാൻ ചെയ്യുന്നത് വളരെ ശ്രദ്ധയോടുകൂടി ആയിരിക്കണം. അതിൻ്റെ പ്ലാനിങ്ങിൽ തെറ്റിപ്പോയാൽ എല്ലാം പോയി. Okay, so the development of salinization and water logging on the large-scale canal irrigation schemes of the Indo-Gangetic Plain has been frequently described, and the application of water in excess of natural rainfall led to progressive rise in the water table from the 1930s onward. അപ്പം ഒരുപാട് വെള്ളം നമ്മളിങ്ങനെ ഇറിഗേഷൻ വഴി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ എന്താ പറ്റുക? ഗ്രൗണ്ട് വാട്ടറിൻ്റെ ലെവല് മുകളിലേക്ക് വരുന്നു. അതാണ് വാട്ടർ ടേബിളിൻ്റെ റൈസ് എന്ന് പറയുന്നത്. സോ വാട്ടർ ടേബിൾ ഹാസ് റീച്ച് ക്ലോസ് ടു ഇറ്റ്സ് സർഫസ്, വാട്ടർ ലോഗിങ് ഒക്കേഴ്സ്. വാട്ടർ ലോഗിങ് എന്ന് വെച്ചാൽ എന്താ? സോയിലിൻ്റെ എല്ലാ പോർഷനകത്തും വാട്ടർ നിൽക്കുകയാണ്. വാട്ടർ ടേബിൾ ഇങ്ങനെ മുകളിലേക്ക് ഉയർന്നു പോയി കഴിഞ്ഞാൽ എന്താ പറ്റുക? വാട്ടർ ലോഗിങ് ആണ് സംഭവിക്കുന്നത്. Through evaporation of water containing salts to salinization. വാട്ടർ ലോഗിങ് ഇങ്ങനെ പ്രൊലോങ്ഡ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ എന്താ പറ്റുക? സലിനൈസേഷനിലേക്കാണ് ലീഡ് ചെയ്യുക. ബിക്കോസ് നമ്മൾ ഇറിഗേഷൻ ഉപയോഗിക്കുന്നത് ഗ്രൗണ്ട് വാട്ടർ ആണ്. ഗ്രൗണ്ട് വാട്ടർ എന്ന് പറയുന്നത് ബേസിക്കലി റൺ ഓഫ് വാട്ടർ തന്നെയാണ് അല്ലേ? അപ്പോൾ ഗ്രൗണ്ട് വാട്ടറിനകത്ത് എന്തുണ്ടാവും?
ഗ്രൗണ്ട് വാട്ടർ പല സ്ഥലത്തും പോയിട്ടൊക്കെ വരുന്നതാണ്. അപ്പോൾ അവിടെ നിന്നുള്ള ന്യൂട്രിയൻസിനെയും മിനറൽസിനെയൊക്കെ ക്യാരി ചെയ്തുകൊണ്ടാണ് ആര് വരുന്നത്, ഗ്രൗണ്ട് വാട്ടർ വരുന്നത്. പക്ഷേ റെയിൻ വാട്ടറിന്റെ കാര്യമാണെങ്കിലോ, റെയിൻ വാട്ടർ ആക്ച്വലി ഡിസ്റ്റിൽഡ് വാട്ടർ ആണ് അല്ലേ? കാരണം വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്ത് മുകളിൽ പോയി കണ്ടൻസ് ചെയ്താണ് തിരിച്ചു വരുന്നത്. അപ്പോൾ അത് ഡിസ്റ്റിൽഡ് വാട്ടർ. അതിൻ്റെ അകത്ത് യാതൊരുവിധ ന്യൂട്രിയൻസോ മിനറൽസോ ഒന്നും ഇല്ലാത്തൊരു വാട്ടറാണ് റെയിൻ വാട്ടർ എന്ന് പറയുന്നത്. അത് താഴെ വന്ന് നമ്മളുടെ ന്യൂട്രിയൻസ് ഒക്കെ സോയിലിൽ നിന്ന് ലീച്ച് ചെയ്താണ് എന്തായിട്ട് മാറുന്നത്, ഗ്രൗണ്ട് വാട്ടർ ആയിട്ട് മാറുന്നത്. ആ ഗ്രൗണ്ട് വാട്ടർ പല സ്ഥലത്തു കൂടിയൊക്കെ പോയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അതായത് റിവറിലേക്കും ഒക്കെ ചെന്ന് വീഴുന്നത് പല സ്ഥലത്തും കൂടി ട്രാവൽ ചെയ്ത് ആ ഒഴുകി വരുന്ന കൂട്ടത്തിൽ അവിടുത്തെ മിനറൽസും ഒക്കെ കളക്ട് ചെയ്തുകൊണ്ടാണ് റിവറിൽ പോകുന്നത്. അവിടുന്നാണ് നമ്മൾ എന്തിനു വേണ്ടി വെള്ളം എടുക്കുന്നത്, ഇറിഗേഷൻ പ്രോജക്ട്സിനൊക്കെ വേണ്ടിയിട്ട് വെള്ളം എടുക്കുന്നത്. സോ ആ വാട്ടർ എന്ന് പറയുന്നത് മിനറൽ എൻറിച്ച്ഡ് ആയിട്ടുള്ള വാട്ടർ ആണ്. അപ്പോൾ ആ കിട്ടുന്ന വെള്ളം എവിടെയെങ്കിലും വാട്ടർ ലോഗിങ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് സലിനൈസേഷന് നാച്ചുറലി കാരണമായിട്ട് മാറും. സോഡിഫിക്കേഷൻ എന്ന് വെച്ചാൽ സോഡിയത്തിന്റെ amount സോയിലിൽ കൂടുന്നതിനെയാണ് സോഡിഫിക്കേഷൻ എന്ന് വിളിക്കുന്നത്. സോഡിഫിക്കേഷൻ ഫോളോസ് വെർ സോഡിയം റീപ്ലേസസ് അതർ ബേസസ് ഇൻ ദ സോയിൽ എക്സ്ചേഞ്ച് കോംപ്ലക്സ്. The problem could have been avoided or reduced if deep drains had been included in the initial implementation of irrigation schemes. അപ്പോൾ ഇറിഗേഷൻ സ്കീമിൽ ഇനീഷ്യലി ഈ വെള്ളം കറക്റ്റായിട്ട് പോകാനുള്ള ഡ്രെയിനേജ് സിസ്റ്റംസ് ഒക്കെ ആദ്യമേ ഇംപ്ലിമെന്റ് ചെയ്താൽ ഈ ഒരു കാര്യം നമുക്ക് എന്ത് ചെയ്യാം, അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യമേ ആ പ്ലാനിങ് സ്റ്റേജിൽ തന്നെ കറക്റ്റ് ആയിട്ടുള്ള പ്ലാൻസ് നമ്മൾ ഡിവൈസ് ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇനി അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ലാൻഡ് ഡിഗ്രഡേഷൻ കോസ് ചെയ്യും. നെക്സ്റ്റ് ഇസ് ദ ഓവർ പമ്പിങ് ഓഫ് ഗ്രൗണ്ട് വാട്ടർ. ഗ്രൗണ്ട് വാട്ടർ നമുക്കറിയാം, സാധാരണഗതിയിൽ നമുക്ക് ഒരു വെല്ല് കുഴിച്ചിട്ട് ഗ്രൗണ്ട് വാട്ടർ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുക, വി ഗോ ഫോർ ട്യൂബ് വെൽസ് അല്ലേ? അപ്പോൾ കുഴൽ കിണറാണ് നമ്മൾ മറ്റൊരു ഓപ്ഷൻ ആയിട്ട് കാണുന്നത് അല്ലേ? സോ ഇൻ ഏരിയസ് ഓഫ് നോൺ സെലിൻ സ്വീറ്റ് ഗ്രൗണ്ട് വാട്ടർ ദ ടെക്നോളജി ഓഫ് ട്യൂബ് വെൽ ഹാസ് ലെഡ് ടു abstraction of water in excess of natural recharge by rainfall and river seepage. അപ്പോൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, നാച്ചുറലി റെയിൻ വന്ന് അത് ആ റെയിൻ വാട്ടർ സീപ്പ് ചെയ്ത് നമ്മുടെ ഗ്രൗണ്ട് വാട്ടറായി മാറുന്നു, അത് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അപ്പോൾ നോർമൽ ആയിട്ടൊരു വാട്ടർ ടേബിൾ ഉണ്ട്. പക്ഷേ നമ്മൾ കുഴൽ കിണർ എന്ന് പറയുമ്പോൾ എന്താ, സാധാരണ കിണറിനേക്കാളും ആഴത്തിലാണ് അത് പോയിരിക്കുന്നത് അല്ലേ? സോ വി ആർ ആക്ച്വലി അബ്സ്ട്രാക്റ്റിംഗ് ദ വാട്ടർ. നമ്മൾക്ക് ആവശ്യത്തിൽ കൂടുതൽ നമ്മൾ എടുക്കുകയാണ്, താഴേക്ക് പോയിട്ട് നമ്മൾ എടുത്തുകൊണ്ട് വരികയാണ്. അപ്പോഴും എന്താ പറ്റുക, ഗ്രൗണ്ട് വാട്ടർ റീപ്ലെനിഷ് ചെയ്യുന്ന റേറ്റിനെക്കാട്ടിലും കൂടുതൽ നമ്മൾ ഗ്രൗണ്ട് വാട്ടർ കൺസ്യൂം ചെയ്യുന്നുണ്ട്. നോർമൽ റേറ്റിലുള്ള ഒരു ഗ്രൗണ്ട് വാട്ടർ റീചാർജ് അവിടെ അപ്പോൾ നടക്കില്ല. സോ ദിസ് പ്രോഗ്രസീവ്ലി ലോവേർഡ് ദ വാട്ടർ ടേബിൾ ആസ് ഇൻ ഇറാൻ, ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. അപ്പോൾ ഈ പറയുന്ന 3 കൺട്രീസിലും ലാൻഡ് ഡീഗ്രഡേഷന് മറ്റൊരു കാരണമായിട്ട് പറയുന്നത് ഈ ട്യൂബ് വെൽസ് ആണ്. അതായത് ഗ്രൗണ്ട് വാട്ടർ റീചാർജ് നടക്കാതെ വരുമ്പോഴുള്ള പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്ന ലാൻഡ് ക്വാളിറ്റി ഡിക്ലൈനെയാണ് ഈ പറയുന്നത്. So now we'll move on to the next cause, that are underlying causes. അപ്പോൾ അണ്ടർലൈങ് കോസസ് എന്താണെന്ന് പറഞ്ഞു. ഈ കറക്റ്റ് ആയിട്ടുള്ള ലാൻഡ് മാനേജ്മെന്റ് പ്രാക്ടീസസ് എന്തുകൊണ്ട് ഇംപ്ലൈ ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അണ്ടർലൈങ് കോസ് കൊണ്ട് ഉദ്ദേശിക്കുക. അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യമാണ് ലാൻഡ് ഷോർട്ടേജ് എന്ന് പറയുന്നത്. ഷോർട്ടേജ് ഇൻ ലാൻഡ് അവൈലബിൾ ഫോർ സസ്റ്റൈനബിൾ ഫാമിംഗ്. കാരണം എന്തായിരിക്കും, പോപ്പുലേഷൻ തന്നെയാണ് കാരണം. വെൻ കമ്പൈൻഡ് വിത്ത് ഇൻക്രീസ് ഇൻ റൂറൽ പോപ്പുലേഷൻ, land shortage has led to decrease in the already small area of agricultural land per person in 6 of the 8 countries, including all in the humid zone. അപ്പോൾ പോപ്പുലേഷൻ കൂടി കഴിഞ്ഞപ്പോൾ ആൾക്കാർക്ക് താമസിക്കാൻ തന്നെ ഇവിടെ സ്ഥലമില്ലാണ്ടായി. അപ്പോൾ പിന്നെ അഗ്രികൾച്ചറിന് അവൈലബിൾ ആയിട്ടുള്ള ലാൻഡിന്റെ കാര്യം പറയണം. സോ ഒബ്വിയസ്ലി ദർ വിൽ ബി ലാൻഡ് ഷോർട്ടേജ്. അപ്പം ഒരു 8 കൺട്രീസ് എടുത്തു കഴിഞ്ഞാൽ 6 കൺട്രീസും ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്ന് പറയുന്നത് ലാൻഡ് ഷോർട്ടേജ് തന്നെയാണ്. Relative decrease in land per person over 1980 to 90 was 14% for India and 22% for Pakistan. In Iran, with a smaller rural population increase, land people ratios remain virtually constant. അപ്പം ഇറാനിലൊക്കെ റൂറൽ പോപ്പുലേഷന്റെ ഇൻക്രീസ് എന്ന് പറയുന്ന ആ റേറ്റ് എന്ന് പറയുന്നത് കുറവായിരുന്നു. അപ്പോൾ എന്താണ്, ലാൻഡ് പീപ്പിൾ റേഷ്യോ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിട്ട്, ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ബിക്കോസ് അവിടെ പോപ്പുലേഷന്റെ ഇൻക്രീസിന്റെ റേറ്റ് കുറവാണ്. സോ ദർ ഈസ് ഓൾമോസ്റ്റ് നോ അൺയൂസ്ഡ് ബട്ട് യൂസബിൾ ലാൻഡ് ഇൻ സൗത്ത് ഏഷ്യ. അപ്പം യൂസബിൾ ലാൻഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ യൂസ്ഡ് ആയിട്ട് ഇരിക്കുകയാണ്. ഓക്കെ, അതൊക്കെ ഓരോ യൂസേജിലാണ് ഇരിക്കുന്നത്. സൗത്ത് ഏഷ്യയിലെ കാര്യം പറഞ്ഞാൽ അങ്ങനെയാണ്. ഓൾ ഓഫ് ദി ബെസ്റ്റ് ലാൻഡ് ഇസ് ഓൾറെഡി ടേക്കൺ അപ്പ്.
എല്ലാ വെസ്റ്റ് ലാൻഡും ഓൾറെഡി എടുത്തു കഴിഞ്ഞു. അതായത് ഇറ്റ്സ് ഓൾ ടേക്കൺ ആൻഡ് വിച്ച് ഇസ് നോട്ട് കനോട്ട് ബി യൂസ്ഡ് ഫോർ അഗ്രികൾച്ചറലി ഓൺ എ സസ്റ്റൈനബിൾ ബേസിസ്. ഇനി എന്തെങ്കിലും നല്ലതെല്ലാം ഓൾറെഡി എടുത്തു കഴിഞ്ഞു. ഇനി എന്തെങ്കിലും ലാൻഡ് ബാക്കിയുണ്ടെങ്കിൽ അത് സസ്റ്റൈനബിൾ ആയിട്ടുള്ള അഗ്രികൾച്ചറൽ പ്രാക്ടീസസിന് യോജിച്ച ഒരു ലാൻഡ് അല്ല. സോ ആക്ച്വലി ദർ ഇസ് എ ലാൻഡ് ഷോർട്ടേജ്. അടുത്തത് ലാൻഡ് ടെന്യൂർ, ടെനൻസി ആൻഡ് ഓപ്പൺ ആക്സസ് റിസോഴ്സസ്. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇപ്പം ഫാമേഴ്സ് വിൽ ബി റിലക്റ്റന്റ് ടു ഇൻവെസ്റ്റ് ഇൻ മെഷേഴ്സ് ടു കൺസർവ് ലാൻഡ് റിസോഴ്സസ് ഇഫ് ദ ഫ്യൂച്ചർ റൈറ്റ്സ് ടു യൂസ് ദീസ് ലാൻഡ് റിസോഴ്സസ് ആർ നോട്ട് സെക്യൂർ. ഇപ്പം ഞാൻ പറഞ്ഞു ടെനൻസ് ആണ് ഒരു ലാൻഡ് ഒക്യുപ്പൈ ചെയ്യുന്നത്. ആ ലാൻഡ് അവർ ഓൺ ചെയ്യുന്നതല്ല, അവർ കുറച്ച് നാളത്തേക്ക് ഇപ്പോൾ പാട്ടത്തിനൊക്കെ കൃഷി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അവർ കുറച്ച് നാളത്തേക്കാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. ദേ ഡോണ്ട് ഓൺ ദ ലാൻഡ്. അപ്പം അവര് അവരുടെ കയ്യിലുള്ള പൈസ മൊത്തം ഈ ലാൻഡ് നന്നാക്കാൻ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഒരു ഗുണവുമില്ല. കാരണം ഇൻ ദ ഫ്യൂച്ചർ ദേ ഡോണ്ട് നോ വെദർ ദേ വിൽ യൂസ് ദിസ് ലാൻഡ് അഗെയിൻ. അവർ ഈ ലാൻഡ് തന്നെ എടുക്കുമെന്ന് തന്നെ എന്താ ഉറപ്പൊന്നുമില്ല അല്ലേ. അപ്പൊ അവർ ഓൺ ചെയ്യാത്തൊരു സാധനത്തിന് വേണ്ടി അവർ കാശ് മുടക്കേണ്ട ആവശ്യമില്ല. അപ്പൊ രണ്ട് കൈൻഡ്സ് ഓഫ് പ്രോപ്പർട്ടി റൈറ്റ്സ് ഉണ്ട് ഈ സിറ്റുവേഷനിലേക്ക് ലീഡ് ചെയ്യുന്ന. ഒന്ന് ടെനൻസിയും, രണ്ട് ഓപ്പൺ ആക്സസ് റിസോഴ്സസും ആണ്. അപ്പം ടെനൻസിന്റെ കാര്യം പറഞ്ഞാൽ അവര് ലാൻഡ് ഓണേഴ്സ് അവർക്ക് ആ ലാൻഡ് കൊടുത്തിരിക്കുന്നതാണ്. അല്ലാതെ ലാൻഡ് ഓണേഴ്സ് അവർക്ക് യാതൊരു ഇൻസെന്റീവ്സും കൊടുക്കുന്നില്ല അവിടെ കൃഷി ചെയ്യാനായിട്ട്. ഇപ്പം ഗവൺമെന്റ് ഒക്കെ ലാൻഡ് ഓൺ ചെയ്യുന്ന ഫാമേഴ്സിന് എന്താണ് കുറെ ഇൻസെന്റീവ്സ് കിട്ടാറുണ്ട് ഗവൺമെന്റിൽ നിന്ന് അല്ലെ. സബ്സിഡൈസ്ഡ് റേറ്റിൽ ഫെർട്ടിലൈസർ, അങ്ങനത്തെ വിത്തുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർക്ക് ഇൻസെന്റീവ്സ് കൊടുക്കാറുണ്ട് ഗവൺമെന്റ്. പക്ഷെ യാതൊരു ലാൻഡും ഓൺ ചെയ്യാതെ മറ്റൊരാളുടെ ലാൻഡിൽ ടെനന്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരാൾക്ക് എന്തെങ്കിലും ഇൻസെന്റീവ് കിട്ടുമോ? ഇല്ല. ദേ ലാക്ക് ദ ഇൻസെന്റീവ് ടു മെയിൻറ്റെയിൻ ദ ലാൻഡ് ഇൻ ഗുഡ് കണ്ടീഷൻ, ബീങ് ഇൻട്രസ്റ്റഡ് മെയിൻലി ഇൻ ദ ഇമ്മീഡിയറ്റ് ഹാർവെസ്റ്റ്. അവരെ സംബന്ധിച്ചിടത്തോളം ഉള്ള ക്യാപിറ്റൽ മൊത്തം എന്തിൽ ഇൻവെസ്റ്റ് ചെയ്യുക? ഫാമിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഓപ്പൺ ആക്സസ് ലാൻഡ് റിസോഴ്സസ്, അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കമ്മ്യൂണൽ ലാൻഡ് റിസോഴ്സുകളും ഉണ്ട്, ഓപ്പൺ ആക്സസ് ലാൻഡ് റിസോഴ്സുകളും ഉണ്ട്. കമ്മ്യൂണൽ ലാൻഡ് റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു കമ്മ്യൂണിറ്റിക്കായിട്ട് ഒരു കിണർ ഉണ്ടാക്കാന്നിരിക്കട്ടെ. അപ്പോൾ ആ കമ്മ്യൂണിറ്റിയിൽ ഉള്ള ആളാണ് നിങ്ങളെങ്കിൽ മാത്രമേ ആ കിണർ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. ഇല്ല, ആ ഒരു ഏരിയയിൽ നിന്ന് വരുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് മാത്രമേ ആ കിണർ ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. അങ്ങനത്തെ, അതായത് സോഷ്യലി ഇമ്പോസ്ഡ് ആയിട്ടുള്ള കുറച്ച് ക്വാളിഫിക്കേഷൻസ് ഉണ്ട് നിങ്ങൾക്ക് ആ സാധനം ഉപയോഗിക്കണമെങ്കിൽ. അതിനെയാണ് കമ്മ്യൂണൽ പ്രോപ്പർട്ടീസ് എന്ന് വിളിക്കുക. ഓപ്പൺ ആക്സസ് എന്ന് പറയുമ്പോൾ എന്താണ്? ആർക്ക് വേണമെങ്കിലും ആക്സസ് ചെയ്യാം. അതായത് ഇപ്പം അനധികൃതമായിട്ട് കയ്യേറ്റം ചെയ്തു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പം ഗവൺമെന്റ് ഓൺഡ് പ്രോപ്പർട്ടി ആയിരിക്കും, പക്ഷെ അനധികൃതമായിട്ട് ഇപ്പോൾ പുറമ്പോക്കിൽ താമസിക്കാന്നൊക്കെ കേട്ടിട്ടില്ലേ? അങ്ങനെ അനധികൃതമായിട്ട് വന്നിട്ട് ആ ലാൻഡ് ഒക്യുപ്പൈ ചെയ്ത് ജീവിക്കുക. അങ്ങനെയുള്ളവർക്ക് അവർക്ക് എന്തെങ്കിലും ലീഗലി അവകാശമുണ്ടോ? ഒരവകാശവും ഇല്ല. അവർ ചിലപ്പം നൊമാഡ്സ് ആയിരിക്കും. ഒരു സമയത്ത് ഇവിടെ ആയിരിക്കും താമസിക്കുന്നത്, ഒരു സമയത്ത് വേറെ വല്ലയിടത്തൊക്കെ ആയിരിക്കും താമസിക്കുന്നത്. അപ്പം അങ്ങനത്തെ ആക്സസിനെയാണ് ഓപ്പൺ ആക്സസ് റിസോഴ്സസ് എന്ന് വിളിക്കുക. അപ്പം അവർ ആ റിസോഴ്സിന് എപ്പോഴും അവർക്ക് ആക്സസ് ഉണ്ട്. അത് ഓപ്പൺ ആക്സസ് ആണ്. ആരും അവരെ തടയാനൊന്നും നിൽക്കത്തില്ല. ബിക്കോസ് അത് ഗവൺമെന്റ് ഓൺഡ് പ്രോപ്പർട്ടി ആണ്. അവരെന്ത് ചെയ്താലും ആരും ഇമ്മീഡിയറ്റ്ലി ചോദിക്കാനൊന്നും വരത്തൊന്നുമില്ല. സോ ഓപ്പൺ ആക്സസ് ലാൻഡ് റിസോഴ്സസ് ആർ ദോസ് വിച്ച് എനിവൺ ഇൻ പ്രാക്ടീസ് ദ പുവർ ആൻഡ് അതർവൈസ് ലാൻഡ്ലെസ് ക്യാൻ യൂസ്. ലാൻഡ്ലെസ് ആയിട്ടുള്ള ആർക്ക് വേണമെങ്കിലും അവിടെ വന്നിട്ട് ആ ലാൻഡിൽ നിന്നുള്ള റിസോഴ്സസ് യൂസ് ചെയ്യാം വിത്തൗട്ട് റൈറ്റ്സ് ഓഫ് കണ്ടിന്യൂയിങ് അൺഫ്രക്ട് ഓർ tenure. This applies mainly to forest land nominally under government ownership but which are settled on a squatter basis. അതായത് അനധികൃതമായിട്ട് ഗവൺമെന്റ് ഓൺഡ് ആയിട്ടുള്ള ലാൻഡിൽ പോയിട്ട് ഇരിക്കുക. അപ്പോൾ അവിടുത്തെ റിസോഴ്സസ് ഒക്കെ ആക്സസ് ചെയ്യുന്നവരെയാണ് ഓപ്പൺ ആക്സസേഴ്സ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ആക്സസ് ടു ഓപ്പൺ റിസോഴ്സസ് എന്ന് വിളിക്കുക. ആൻഡ് ഓപ്പൺ ആക്സസ് ലാൻഡ് there are no such constraint. സോഷ്യലി അപ്ലൈഡ് ആയിട്ടുള്ള കൺസ്ട്രെയിന്റ് ഒന്നുമില്ല. നേരത്തെ ഞാൻ പറഞ്ഞു, ഇപ്പം നിങ്ങൾ ഒരു സ്ഥലത്തെ ആളായിരിക്കണം, അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റിയിലെ ആളായിരിക്കണം എന്ന് പറയുന്ന ഒരു കൺസ്ട്രെയിന്റ് ആണ്. അപ്പോൾ അങ്ങനത്തെ അല്ലാത്ത ആളുകൾക്ക് ആ റിസോഴ്സിനെ എന്ത് ചെയ്യാൻ പറ്റില്ല? ആക്സസ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ സോഷ്യലി അപ്ലൈഡ് ആയിട്ടുള്ള കൺസ്ട്രെയിൻസ് ഒന്നും ഓപ്പൺ ആക്സസ് റിസോഴ്സുകളെ സംബന്ധിച്ച് ഇല്ല. സോഷ്യലി അപ്ലൈഡ് കൺസ്ട്രെയിൻസ് എന്താ? പാസ്റ്ററലിസ്റ്റ് often have customs for when certain areas must be rested from grazing, will
വില്ലേജസ് റെസ്ട്രിക്ട് കട്ടിംഗ് ഓഫ് കമ്മ്യൂണൽ വുഡ്ലാൻഡ്. ഇപ്പോൾ ഒരു കമ്മ്യൂണിറ്റിയാണ് ഓൺ ചെയ്യുന്നതെങ്കിൽ അവർ പറയുകയാണ് ഒരു പെർട്ടിക്കുലർ ഈ ലാൻഡിൻ്റെ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ ഇന്ന മരങ്ങളൊന്നും വെട്ടാൻ പാടില്ല, അല്ലെങ്കിൽ ഇന്ന മരങ്ങൾക്ക് ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ട്, അവരെ അവിടെ വെട്ടാതെ സൂക്ഷിച്ച് നിർത്തണം, നമ്മൾ അവരെ കൺസേർവ് ചെയ്ത് നിർത്തണം എന്നൊക്കെ ഒരു കമ്മ്യൂണിറ്റി ആസച്ച് തീരുമാനം എടുക്കുകയാണെങ്കിൽ അത് പിന്നെ ചെയ്യാനായിട്ടൊന്നും പറ്റില്ല. അപ്പോൾ കമ്മ്യൂണൽ ആക്സസും ഓപ്പൺ ആക്സസും തമ്മിലുള്ള വ്യത്യാസമാണത്. വിത്ത് നോ ലീഗൽ ബേസിസ് ഓഫ് ദെയർ യൂസ്, ഇൻസെൻറ്റീവ് ടു ഫാം ദ ലാൻഡ് അതർ ദാൻ for immediate needs is completely lacking. This is a serious cause of deforestation followed by water erosion. അപ്പോൾ ഓപ്പൺ ആക്സസ് ആണെന്നുണ്ടെങ്കിൽ ഒരു ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങളും ഇല്ല അതിൻ്റെ പിന്നിൽ. അപ്പോൾ ഈവൻ അത് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ വരെ കാരണമാവുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന ഓപ്പൺ ആക്സസ് റിസോഴ്സസ് എന്ന് പറയുന്നത്. കമ്മ്യൂണൽ ആക്സസിന് എന്താണ്, അവിടെ കുറച്ച് റെസ്ട്രിക്ഷൻസ് വരുന്നുണ്ട്. ഓപ്പൺ ആക്സസിനെ സംബന്ധിച്ച് അങ്ങനത്തെ കൺസ്ട്രെയിൻസ് യാതൊന്നും അവിടെ ഇല്ല. സോ ഇറ്റ് ക്യാൻ ലീഡ് ടു ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് ഡിഫോറസ്റ്റേഷൻ ആസ് വെൽ ആസ് വാട്ടർ ഇറോഷൻ. ഓക്കെ, അടുത്തത് ഇക്കണോമിക് പ്രഷേഴ്സ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ് ആണ്. ഒന്ന്, സ്മോൾ ലാൻഡ് ഹോൾഡിംഗ്സ് ലീഡ് ടു സിവിയർ ഇക്കണോമിക് പ്രഷേഴ്സ് ഓൺ ഫാമേഴ്സ് ടു ഒബ്റ്റെയിൻ സഫീഷ്യൻറ്റ് ഫുഡ് ആൻഡ് ഇൻകം ടു മീറ്റ് ദെയർ ഇമ്മീഡിയറ്റ് നീഡ്. അപ്പം സ്വന്തമായിട്ട് ലാൻഡ് ഇല്ലാത്തവർക്കോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ലാൻഡ് ഉണ്ട്, ചെറിയ ലാൻഡാണ്, അവർക്ക് പോവർട്ടിയാണ് അവർക്ക് ഉള്ളതെങ്കിൽ അവരെന്താ ചെയ്യുക, അവരുടെ ഇമ്മീഡിയറ്റ് ലക്ഷ്യം എന്ന് വെച്ചാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് കൃഷി ചെയ്യുക, അതിൽ നിന്ന് ഇൻകം കിട്ടണം, എന്നിട്ട് ആ ഇൻകം വെച്ചിട്ട് വേണം അവരുടെ നീഡ്സ് ഒക്കെ അവർ മീറ്റ് ചെയ്യാനായിട്ട്. ബിക്കോസ് ഓഫ് സച്ച് പ്രഷർ ഇൻ ഷോർട്ട് ടേം ലേബർ, ലാൻഡ് ആൻഡ് ക്യാപിറ്റൽ റിസോഴ്സസ് കനോട്ട് ബി സ്പെയർഡ് ഫോർ കെയർ ഓഫ് ദ ലാൻഡ്. അപ്പോൾ അവരുടെ കയ്യിലുള്ള റിസോഴ്സസ്, അതായത് ലേബർ, ലാൻഡ്, ക്യാപിറ്റൽ, ഇതൊന്നും ലാൻഡിൻ്റെ മാനേജ്മെൻറ്റിനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ അവരെ കൊണ്ട് പറ്റില്ല. അവരുടെ ഇമ്മീഡിയറ്റ് ആവശ്യം എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ട് കൃഷി ചെയ്യുക, അതിൽ നിന്ന് ഈൽഡ് കിട്ടുക, അതിൽ നിന്ന് ഇൻകം ഡിറൈവ് ചെയ്യുക. സോ ഗ്രീൻ മാനുവറിങ്, സോയിൽ കൺസർവേഷൻ സ്ട്രക്ചേഴ്സ് അതൊന്നും ഉണ്ടാക്കാനുള്ള ഒരു അവസ്ഥയിലല്ല അവരെന്ന് പറയുന്നത്. സോ ദിസ് ഇസ് ഓൾസോ അണ്ടർലൈങ് റീസൺ ഫോർ ടു അതർ ഡയറക്റ്റ് കോസസ് നോട്ട് അറ്റ് ഓവർ. നേരത്തെ പറഞ്ഞ രണ്ട് ഡയറക്റ്റ് കോസിന് പിന്നിലുള്ള പിന്നിലുള്ള കാരണത്തിനാണല്ലോ അണ്ടർലൈൻ കോസസ് എന്ന് പറയുന്നത്. അപ്പം നേരത്തെ പറഞ്ഞ രണ്ട് അണ്ടർലൈൻ കോസസ്, അതായത് ഡയറക്റ്റ് കോസസ്, അതായത് ഇംപ്രോപ്പർ ക്രോപ്പ് റൊട്ടേഷനും അൺബാലൻസ്ഡ് ഫെർട്ടിലൈസർ യൂസും, അതിനുള്ള ഒരു അണ്ടർലൈൻ കോസാണ് ഈ ഇക്കണോമിക് പ്രഷേഴ്സ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ്. ശരിയല്ലേ? ഇംപ്രോപ്പർ ക്രോപ്പ് റൊട്ടേഷൻ ചെയ്യുന്നു, അതെന്താ, ഒന്നെങ്കിൽ ഫാലോ പീരീഡ് ഇല്ലാത്ത ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ ചെയ്യുമെന്ന് പറഞ്ഞു, അതുപോലെ ക്രോപ്പ് റൊട്ടേഷൻ ചെയ്യാതെ വെറുതെ ഫെർട്ടിലൈസർ ആഡ് ചെയ്ത് ഈ ആദ്യത്തെ ക്രോപ്പ് കൾട്ടിവേഷനിൽ വന്ന ന്യൂട്രിയൻറ്റ് ഡെഫിഷ്യൻസി മേക്കപ്പ് ചെയ്യുക, അത് ഒരു കാര്യം. പിന്നെ അൺബാലൻസ്ഡ് ഫെർട്ടിലൈസർ യൂസ്, അതാണ് ഈ പറഞ്ഞ ഫെർട്ടിലൈസർ യൂസ് ചെയ്ത് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി മേക്കപ്പ് ചെയ്യാന്ന് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ചെയ്യണമെങ്കിൽ എന്തായിരിക്കും അതിന് പിന്നിലെ ഡ്രൈവിംഗ് ഫോഴ്സ്? ഇത് തന്നെ, ഇക്കണോമിക് പ്രഷർ ആൻഡ് ആറ്റിറ്റ്യൂഡ്സ് തന്നെ. കാരണം അവരെ സംബന്ധിച്ച് പോവർട്ടി സ്ട്രിക്കൺ ആയിരിക്കും അവരെന്ന് പറയുന്നത്. അപ്പം അവരെ സംബന്ധിച്ച് ഇമ്മീഡിയറ്റ് ആയിട്ട് കൃഷി ചെയ്യണം. അപ്പോൾ അവർക്ക് ക്രോപ്പ് റൊട്ടേഷൻ ചെയ്യാനും ഒന്നും സമയമില്ല. ഉള്ള സമയവും ലാൻഡും വെച്ചിട്ട് അവർക്ക് ഇൻകം കിട്ടണം, മാക്സിമം അതിൽ നിന്ന് ഇൻകം കിട്ടണം. അപ്പോൾ അതിനുവേണ്ടി അവർ ചെയ്യുന്നത് ഇംപ്രോപ്പർ ക്രോപ്പ് റൊട്ടേഷനും ഫെർട്ടിലൈസർ യൂസുമാണ്. അപ്പോൾ ആ രണ്ട് ഡയറക്റ്റ് കോസിൻ്റെ അണ്ടർലൈൻ കോസ് എന്ന് പറയുന്നത് ഇതാണ്. സോ കോൺട്രിബ്യൂട്ടറി ഫാക്ടറായിട്ട് ഇക്കണോമിക് ആറ്റിറ്റ്യൂഡും നിൽക്കുന്നുണ്ട് ഇതിൽ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ ടൈംസിൽ ഫാർമേഴ്സിന് അറിയാം അവരുടെ ചുറ്റുപാട് ഇങ്ങനെയാണ്, ഇപ്പോൾ പോവർട്ടി ആണെങ്കിൽ അങ്ങനെ അവരത് അക്സെപ്റ്റ് ചെയ്ത് ആ ഒരു വേ ഓഫ് ലൈഫാണ് ലീഡ് ചെയ്തിരുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്ത് നമുക്ക് മോഡേൺ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് ഒക്കെ വളരെ എക്സ്റ്റെൻസീവ് ആണ്. നമ്മളിപ്പോൾ എല്ലാവരും തന്നെ ഓൾമോസ്റ്റ് കണക്റ്റഡ് ആണ് ത്രൂ സോഷ്യൽ മീഡിയ, അല്ലേ? അപ്പോൾ അതിൽ ഈ സൈക്കോളജിക്കൽ ഫാക്ടർ എന്ന് പറയുന്ന പോലെ മറ്റൊരാൾ ചെയ്യുന്ന പോലെ തന്നെ എനിക്കും ആവണം, അങ്ങനത്തെ ഒരു സോഷ്യൽ ഒരു സോഷ്യോ ഇക്കണോമിക് ഫാക്ടറും കൂടെ അതിൽ വരുന്നുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ അവരെക്കുറിച്ച് മറ്റുള്ളവർക്കുള്ള ആസ്പിറേഷൻസ്, അതുപോലെ തന്നെ അവർക്ക് സ്വയം അവരുടെ ലെവൽ ഓഫ് ആസ്പിറേഷൻസ് കൂടുന്നു. അതൊക്കെ ഒരു മെൻ്റൽ പ്രഷറാണ് ഈ ഒരു കാര്യം ചെയ്യാനായിട്ട്. സോ ദിസ് ഹാവ് ലെഡ് ടു ഗ്രേറ്റർ ആസ്പിറേഷൻ ആൻഡ് കോൺസിക്വൻറ്റ് റിക്വയർമെൻറ്റ് ഫോർ ഇൻകം, ദസ് ഇൻക്രീസിങ് ഇക്കണോമിക് പ്രഷേഴ്സ്. അപ്പോൾ നമ്മൾ അവിടെ കാണുന്ന പോലെ നമുക്ക് ആവാനും ഒക്കെ എന്താണ് വേണ്ടത്? എല്ലാവരും ഇപ്പോൾ ഒരേപോലെ ഒന്നും ആയിരിക്കില്ല, പക്ഷേ എന്നാലും നമ്മൾക്ക് മറ്റു പലരെയും കാണുമ്പോൾ അവർക്കും അതുപോലത്തെ അവരുടെ ആസ്പിറേഷൻസും ഡ്രീംസും കുറച്ചും കൂടി ലെവലപ്പ് ചെയ്യാണ്. അപ്പോൾ അങ്ങനെ എത്തുമ്പോൾ അവർ കൂടുതൽ ദേ ആർ മോർ ഡ്രിവൺ ടു പെർഫോം ആൻ ഇമ്മീഡിയറ്റ് ഫാമിങ് അതർ ദാൻ കെയറിങ് ഫോർ ദി എൻവയൺമെൻറ്റ്. അപ്പോൾ അതും ഇങ്ങനത്തെ ഇതിന് ലീഡ് ചെയ്യുന്നൊരു അണ്ടർലൈൻ കോസാണ്.
അടുത്തത് പോവർട്ടിയാണ്. ഇപ്പം നേരത്തെ പറഞ്ഞതുമായിട്ട് റിലേറ്റഡ് ആണ്. മെജോറിറ്റി ഓഫ് ഫാമേഴ്സ് റിമെയിൻ ക്ലോസ് ടു ബിലോ ഓർ മാർജിൻ ഓഫ് പോവർട്ടി. നമ്മൾ കണ്ടിട്ടുണ്ട് ചെറിയ ഫാമേഴ്സ് ഇപ്പം അന്ന് ഡൽഹിയിലൊക്കെ ഈ പ്രൊട്ടസ്റ്റ് ഒക്കെ നടന്ന സമയത്ത് നമ്മൾ കണ്ടു. വളരെ പാവപ്പെട്ട ആളുകളാണ്. പോവർട്ടി സ്ട്രിക്കൺ ആയിട്ടുള്ള ആളുകളാണ്. ഡിഫൈൻസ് as ആക്സസ് ടു ബേസിക് നെസസിറ്റീസ് ഓഫ് ലൈഫ്. അവരുടെ ബേസിക് നെസസിറ്റിക്ക് ഉള്ള ആക്സസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അവർ ലോ അല്ലെങ്കിൽ മാർജിൻ ഓഫ് പോവർട്ടിയിൽ നിൽക്കുന്ന ആളുകളാണ് ഈ പറയുന്ന ഫാർമേഴ്സ് ഭൂരിഭാഗം പേരും. It could almost certainly be shown that richer farmers maintain their soil in better state than poorer. നേരത്തെ പറഞ്ഞ പോലെ തന്നെ poor ആയിട്ടുള്ള ആളുകൾക്ക് അവരുടെ ഫാം ഒന്നാമതേ ചെറുതായിരിക്കും. അതിൽ തന്നെ ഫാമിന്റെ അല്ലെങ്കിൽ ആ ലാൻഡിനെ ഇമ്പ്രൂവ് ചെയ്യാൻ, സോയിലിനെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാൾ ഉപരി അവരുടെ ഫോക്കസ് കൃഷി ചെയ്യുക, yield എടുക്കുക, ഇൻകം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഈ കുറച്ചും കൂടി റിച്ചർ ആയിട്ടുള്ള ഫാമേഴ്സിന് മാത്രമേ എന്ത് അഫോർഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഈ സോയിലിനെ ഇമ്പ്രൂവ് ചെയ്യാനും ലാൻഡിനെ ഇമ്പ്രൂവ് ചെയ്യാനും ഉള്ള പ്രാക്ടീസസ് അഫോർഡ് ചെയ്യാനായിട്ട് റിച്ചർ ആയിട്ടുള്ള ഫാമേഴ്സിനെ പറ്റത്തുള്ളൂ. സെവറൽ റിസർച്ച് നടത്തിയിട്ടുണ്ട് അതിൽ. അപ്പോൾ അതിൻ്റെ റിസൾട്ടും ഇങ്ങനെ തന്നെയാണ് കൺക്ലൂഡ് ചെയ്യുന്നത്. റിച്ചർ ആയിട്ടുള്ള ഫാമേഴ്സ് ആണ് കൂടുതൽ ലാൻഡ് മാനേജ്മെന്റ് സ്ട്രാറ്റജീസ് കൂടുതലായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ദാൻ പുവർ ഫാമേഴ്സ്. അടുത്തത് പോപ്പുലേഷൻ ഇൻക്രീസ് ആണ്. ടുഗദർ വിത്ത് ലാൻഡ് ഷോർട്ടേജ്, സെക്കൻഡ് ബേസിക് കോസ് ഓഫ് ഡീഗ്രഡേഷൻ ഇസ് എ കണ്ടിന്യൂയിങ് ഇൻക്രീസ് ഇൻ റൂറൽ അഗ്രികൾച്ചറൽ പോപ്പുലേഷൻ. അപ്പോൾ ലാൻഡിന് ഓൾറെഡി ഷോർട്ടേജ് ഉണ്ട്. അപ്പം അതിൻ്റെ കൂടെ ഈ പോപ്പുലേഷൻ ഇൻക്രീസും കൂടെ വന്നു കഴിഞ്ഞാൽ എന്താ പറ്റുക? നമുക്ക് കൂടുതൽ ലാൻഡിനെ നശിപ്പിക്കുക എന്നുള്ളൊരു കാര്യത്തിലേക്കാണ് അത് ലീഡ് ചെയ്യുന്നത്. Urban populations are increasing faster than rural. The trend towards urbanization, however, is not sufficient to reverse the key that absolute levels of rural population have increased and are increasing. അപ്പം പോപ്പുലേഷൻ കൂടുന്നതാണ് എല്ലാത്തിൻ്റെയും റൂട്ട് കോസ് എടുത്ത് നോക്കിയാൽ നമുക്ക് പോപ്പുലേഷൻ ഇൻക്രീസ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ബി ഇറ്റ് പൊല്യൂഷൻ, ഇതുപോലെ ലാൻഡ് ഡീഗ്രഡേഷൻ, എല്ലാത്തിൻ്റെയും ബേസിക് കാരണം എന്ന് പറയുന്നത് പോപ്പുലേഷൻ ഇൻക്രീസ് ആണ്. ബിക്കോസ് പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മളുടെ ഡിമാൻഡ്സും കൂടുകയാണ്. അപ്പോൾ ആ ഡിമാൻഡ്സ് നമ്മൾ എന്താ പറയുക, മീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ധാരാളം കൾട്ടിവേഷൻ നടത്തണം. അപ്പോൾ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ ആളുകൾ താമസിക്കുന്ന സ്ഥലം എന്ന് പറയുന്ന, ആളുകൾക്ക് സ്ഥലം വേണം താമസിക്കാൻ. അപ്പോൾ ആ സ്ഥലം എടുത്തിട്ട് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റില്ല. ബാക്കിയുള്ള സ്ഥലത്തേ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഷോർട്ടേജ് ഓഫ് ലാൻഡ് കൂടുകയാണ്. തന്നെയല്ല, നമ്മൾ ആന്ത്രോപോജനിക് ആക്ടിവിറ്റീസിൻ്റെ ഭാഗമായിട്ട് നമ്മളായിട്ട് ഓൾറെഡി ഡാമേജ് ചെയ്യുന്നുമുണ്ട്. അതിൻ്റെ കൂടെ ഈ ലാൻഡ് ഷോർട്ടേജും. സോ അതും ഒരു അണ്ടർലൈങ് കോസ് ആണ്.